ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ദശമോധ്യായം. അതിലെ 8 ശ്ലോകങ്ങൾ വരെ എടുത്തു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ദശമോധ്യായഃ. മൈത്രേയ ഉവാച. പ്രജാപതേർദുഹിതരം ശിശുമാരസ്യ വൈ ധ്രുവഃ. ഉപയേമേ ഭ്രമിം നാമ തൽസുതൗ കൽപ്പവത്സരൗ. ഇളായാമപി ഭാര്യായാം വായോപുത്ര്യാം മഹാബലഃ. പുത്രമുൽക്കലനാമാനാം യോഷിദ്രത്നമജീജനത്. ഉത്തമസ്ത്വകൃതോദ്വാഹോ മൃഗയായാം ബലീയസാ. ഹതഃ പുണ്യജനേനാദ്രൗ തന്മാതാസ്യ ഗതിം ഗതാ. ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷശുചാർപ്പിതഃ. ജൈത്രം സ്യന്ദനമാസ്ഥായ ഗതഃ പുണ്യജനാലയം. ഗത്വോദീചിം ദിശം രാജാ രുദ്രാനുചരസേവിതാം. ദദർശ ഹിമവദ്രോണ്യാം പുരീം ഗുഹ്യക സംകുലാം. ദധ്മൗ ശംഖം ബൃഹദ്ബാഹു ഖം ദിശശ്ചോനുനാദയൻ. യേനോദ്വിഗ്നദൃശക്ഷത്തരുപദേവ്യോऽത്ര സൻഭൃശം. തതോ നിഷ്ക്രമ്യ ബലിന ഉപദേവമഹാഭടാഃ. അസഹന്തസ്തന്നിനാദം അഭിപേതുരുദായുധാ. സ താനാപതതോ വീര ഉഗ്രധന്വാ മഹാരഥഃ. ഏകൈകം യുഗപത് സർവാനഹൻ ബാണൈസ്ത്രിഭിസ്ത്രിഭിഃ. അടുത്തത് 9ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. തേ വൈ ലലാടലഗ്നൈസ്തൈർഷുഭിഃ സർവ്വ ഹി മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മ തസ്യ തത്. തേ വൈ ലലാടലഗ്നൈസ്തൈർഷുഭിഃ സർവ്വ ഹി മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മ തസ്യ തത്. ഇവിടെ ആ 3 അസ്ത്രങ്ങളാൽ ആ സൈനികർ നേരിട്ടപ്പോൾ ആ ധ്രുവൻ 3 അസ്ത്രങ്ങളാൽ അവരെ നേരിട്ടു. അപ്പോൾ ആ അസ്ത്രങ്ങൾ അവരുടെ ലലാടം, അവരുടെ ആ നെറ്റിത്തടത്തിൽ ആണ് ചെന്ന് പതിച്ചത്. അപ്പോൾ അവർ എല്ലാം തന്നെ ആ നെറ്റിയിൽ വന്ന് തറച്ച ആ അസ്ത്രങ്ങളാൽ അവരെ കീഴടക്കി, ധ്രുവൻ കീഴടക്കി എന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിരിക്കുന്ന ആ പ്രവൃത്തിയെ അവർ പ്രശംസിച്ചു, ഉള്ളുകൊണ്ട് അവരെ പ്രശംസിച്ചു, പുകഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ തേ വൈ ലലാടലഗ്നൈ ലഗ്നൈസ്തൈർഷുഭി. ആ അസ്ത്രങ്ങൾ ആ ലലാടലഗ്നൈഹി ആ നെറ്റിയിൽ തറച്ചു എന്നുള്ള പറയുന്നത്. നെറ്റിയിൽ തറച്ചപ്പോൾ അവർ എല്ലാം തന്നെ എന്ത് ചെയ്തു? തങ്ങളെ മത്വ അവർ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കി? സർവ്വഹി അവരെല്ലാവരും മനസ്സിലാക്കി. നിരസ്തം അവരെ തോൽപ്പിച്ചു, കീഴടക്കി എന്ന് മനസ്സിലാക്കി. ആത്മാനം ആശംസൻ അവർ എന്ത് ചെയ്തു? ആ ധ്രുവൻ്റെ കർമ്മത്തെ ആശംസിച്ചു. തസ്യ തത്. ഇപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. തേ അവർ, സർവേ ഏവഹി എല്ലാം തന്നെ, ലലാടലഗ്നൈഹി നെറ്റിയിൽ തറച്ച, തൈഹി ഇഷുഭിഹി ആ അസ്ത്രങ്ങളാൽ, ആത്മാനം തങ്ങളെ, നിരസ്തം കീഴടക്കിയതായിട്ട്, മത്വ മനസ്സിലാക്കി, തസ്യ വൈ അദ്ദേഹത്തിൻ്റേതായിരിക്കുന്ന തത്കർമ്മ ആ പ്രവൃത്തിയെ, ആശംസൻ എന്നുകൂടി പറയാം. തേ അവർ, സർവേ ഏവഹി എല്ലാം തന്നെ, ലലാടലഗ്നൈഹി ആ നെറ്റിയിൽ തറച്ച, തൈഹി ഇഷുഭിഹി ആ അസ്ത്രങ്ങളാൽ, ആത്മാനം തങ്ങളെ, നിരസ്തം കീഴടക്കിയതായിട്ട്, മത്വ മനസ്സിലാക്കിയിട്ട്, തസ്യ വൈ അദ്ദേഹത്തിൻ്റേതായിരിക്കുന്ന തത്കർമ്മ ആ പ്രവൃത്തിയെ, ആശംസൻ പുകഴ്ത്തി. അപ്പോൾ അതിൽ തന്വയം വന്നിട്ട് തേ സർവേ ഏവഹി ലലാടലഗ്നൈഹി തൈഹി ഇഷുഭിഹി ആത്മാനം നിരസ്തം മത്വാ തസ്യ വൈ തൽകർമ്മ ആശംസൻ.
എന്നോട് പറയാം. തേ സർവേ ഏവ ഹി ലലാടലഗ്നൈ തൈഹി ഇഷുഭിഹി ആത്മാനം നിരസ്തം മത്വാ തസ്യ വൈ തത്കർമ്മ ആശംസൻ. അപ്പോൾ അവർ എല്ലാം തന്നെ, ആ സൈനികരെല്ലാം തന്നെ ആ നെറ്റിയിൽ തറച്ച ആ അസ്ത്രങ്ങളാൽ തങ്ങളെ ആ ധ്രുവൻ കീഴടക്കിയതായിട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റേതായിരിക്കുന്ന ആ പ്രവൃത്തിയെ ആശംസിച്ചു. ആ ധ്രുവൻ്റെ അസ്ത്രങ്ങൾ ശത്രുക്കളുടെ നെറ്റിത്തടങ്ങളിലാണ് പതിച്ചത്. ആ തങ്ങൾ കീഴടക്കപ്പെട്ടവരായിട്ട് അവർ മനസ്സിലാക്കി. അങ്ങനെ ധ്രുവൻ്റെ ആ യുദ്ധവൈദഗ്ധ്യത്തെ അവർ പ്രശംസിച്ചു. അവർ ആ നെറ്റിയിൽ വന്നു തറച്ച അസ്ത്രങ്ങളാൽ തങ്ങൾ പരാജിതരായെന്ന തീരുമാനത്തോടെ ആ ധ്രുവൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ആ കർമ്മത്തെ പ്രശംസിച്ചു. അപ്പോൾ ധ്രുവൻ പ്രയോഗിച്ച ആ ബാണങ്ങൾ യക്ഷന്മാരുടെ നെറ്റിത്തടങ്ങളിൽ ചെന്ന് തറച്ചപ്പോൾ തങ്ങളെ എല്ലാവരെയും ഏകകാലത്തിൽ ജയിച്ച ആ ധ്രുവൻ്റെ ആ പരാക്രമത്തെ അവർ പ്രശംസിച്ചു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ തഥാ തേ, അപ്പോൾ ആ സൈനികരെ ആത്മാനം തങ്ങളെ പരാജിതം മത്വ പരാജിതരാക്കി എന്ന് മനസ്സിലാക്കിയിട്ട് ധ്രുവസ്യ തത്കർമ്മ ധ്രുവൻ്റേതായിരിക്കുന്ന ആ കർമ്മത്തിൽ തുഷ്ടുവുഹു അവർ സന്തോഷിച്ചു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. തഥാ തേ, അപ്പോൾ ആ സൈനികർ ആത്മാനം പരാജിതം തങ്ങൾ പരാജയപ്പെട്ടവരായി മത്വ എന്ന് മനസ്സിലാക്കിയിട്ട് ധ്രുവസ്യ തൽകർമ്മ ധ്രുവൻ്റേതായിരിക്കുന്ന ആ കർമ്മത്തിൽ അവർ തുഷ്ടരായി. അപ്പോൾ തഥാ തേ ആത്മാനം പരാജിതം മത്വ ധ്രുവസ്യ തത്കർമ്മ തുഷ്ടുവുഹു. അപ്പോൾ അടുത്ത ശ്ലോകം 10ാമത്തെ ശ്ലോകം. തേബി ചാമുമവൃഷ്യന്തഃ പാദസ്പർശമിവോരഗാ ശരൈരവിദ്യൻയുഗപദ്വിഗുണം പ്രചികീർഷവഃ. തേബി ചാമുമവൃഷ്യന്തഃ പാദസ്പർശമിവോരഗാ ശരൈരവിദ്യൻയുഗപദ്വിഗുണം പ്രചികീർഷവഃ. ഈ പാമ്പുകൾ കാൽച്ചവിട്ടിനെ എന്ന പോലെ അവരെ പാമ്പുകൾ കാൽച്ചുവട്ടിനെ എന്ന പോലെ എന്നാണ് പറയുക. ഉരഗാഹ പാദസ്പർശം ഇവ കാൽച്ചവിട്ടിനെ എന്ന പോലെ നമ്മൾ കാലുകൊണ്ട് പാമ്പിനെ ചവിട്ടിയാൽ ഉരകങ്ങൾ ആ കാൽച്ചവിട്ടിനെ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും ഉപദ്രവിക്കും. അതുപോലെ ചവിട്ടിനെ എന്ന പോലെ തേ അപി അവരെ, അപ്പോൾ അവരെ അമും ഈ ധ്രുവനെ അമൃഷ്യന്തഃ വെറുത്തുകൊണ്ട് ദ്വിഗുണം അതിലിരട്ടി പകരം വീട്ടുവാനായിട്ട് യുഗപത് ഒന്നിച്ച് ശരങ്ങളാൽ എയ്തു. അപ്പോൾ തന്നെ പാമ്പുകൾ കാൽച്ചവിട്ടിനെ എന്ന പോലെ അവർക്ക് ഇത് നെറ്റിത്തടത്തിൽ ഈ ബാണം ഏറ്റപ്പോൾ അവർക്ക് വന്ന ദേഷ്യം കൊണ്ട് എന്തുണ്ടായി, അവർ ഈ ധ്രുവനെ മനസ്സുകൊണ്ട് വെറുത്തു. പ്രശംസിച്ചു, അദ്ദേഹത്തിൻ്റെ കർമ്മത്തെ പ്രശംസിച്ചെങ്കിലും മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ട് അതിലിരട്ടി ദ്വിഗുണം ഇരട്ടി പകരം വീട്ടുവാനായിട്ട് എന്ത് ചെയ്തു, യുഗപത് ഒന്നിച്ച് അനേകം ശരങ്ങളാൽ അദ്ദേഹത്തിനെ എയ്തു. ഇപ്പോഴത്തെ പദങ്ങൾ നോക്കാം. ഉരഗാഹ പാമ്പുകൾ, പാദസ്പർശം ഇവ കാൽച്ചവിട്ടിനെ എന്ന പോലെ, പാദസ്പർശം ഇവ കാൽച്ചവിട്ടിനെ എന്ന പോലെ എന്നർത്ഥം. തേ അപി ച അവരെ, അമും ഈ ധ്രുവനെ, അമൃഷ്യന്തഃ വെറുത്തുകൊണ്ട്, അവർ ഈ ധ്രുവനെ വെറുത്തുകൊണ്ടെന്നർത്ഥം. ദ്വിഗുണം അതിലിരട്ടി, പ്രചീർഷവ പകരം വീട്ടുവാനായിട്ട്, യുഗപത് ഒന്നിച്ച് ശരൈഹി
അനേകം ശരങ്ങളാൽ അവിദ്യൻ എയ്തു. എന്നുകൂടി പറയാം. ഉരഗാഹ ആ പാമ്പുകൾ പാദസ്പർശം ഇവ കാൽ ചവിട്ടിനെ എന്ന പോലെ, തേ അപി ച അവർ ആ സൈനികരെ അമും ഈ ധ്രുവനെ അമൃഷ്യന്ത വെറുത്തുകൊണ്ട് ദ്വിഗുണം അതിലിരട്ടി പ്രചികീർഷവ പകരം വീട്ടുവാനായിട്ട് യുഗപത് ഒന്നിച്ച് ശരൈഹി അനേകം ശരങ്ങളാൽ അവിദ്യൻ എയ്തു. അതിലത്തെ അന്വയം വന്നിട്ട് ഉരഗാഹ പാദസ്പർശം ഇവ തേ അപിച്ച അമും അമൃഷ്യന്ത ദ്വിഗുണം പ്രചികീർഷവ യുഗപത് ശരൈഹി അവിദ്യൻ. ഒന്നും കൂടി പറയാം. ഉരഗാഹ പാദസ്പർശം ഇവ തേ അപിച്ച അമും അമൃഷ്യന്ത ദ്വിഗുണം പ്രചികീർഷവ യുഗപത് ശരൈഹി അവിദ്യൻ. അതായത് പാമ്പുകൾ ആ കാൽച്ചവിട്ടിനെ എന്ന പോലെ അവരെന്ത് ചെയ്തു? ആ സൈനികരെ ഈ ധ്രുവനെ വെറുത്തുകൊണ്ട് അതിലിരട്ടി പകരം വീട്ടുവാനായിട്ട് ഒന്നിച്ച് ശരങ്ങളെ കൊണ്ട് എയ്തു എന്നർത്ഥം. എന്താ ഇവിടെ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേസമയം അവർക്ക് ധ്രുവൻ്റെ ആക്രമണം വളരെ അസഹ്യമായിട്ടാണ് തോന്നിയത്. ഇവർ ആ ധ്രുവനെ പ്രശംസിച്ചെങ്കിലും ധ്രുവൻ്റെ ആക്രമണം അവർക്ക് അസഹ്യമായിട്ട് തോന്നി. പാദസ്പർശമേറ്റ സർപ്പങ്ങൾ പ്രതികാരേച്ഛയോടെ ദംശിക്കുന്നത് പോലെ, സർപ്പങ്ങൾ അതിനെ ചവിട്ടിയാൽ അത് ആ പാദത്തെ വെറുത്തുകൊണ്ട് അതിനെ ദേഷ്യം കൊണ്ട് ദംശിക്കും. അതുപോലെ എന്ത് ചെയ്തു? അവർ ഒരേ സമയത്ത് ധ്രുവൻ്റേതിനേക്കാൾ അധികം ശക്തിയുള്ള അസ്ത്രങ്ങൾ ധ്രുവൻ്റെ നേർക്ക് പ്രയോഗിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ കാൽച്ചവിട്ടേറ്റ സർപ്പങ്ങളെപ്പോലെ അവർ അദ്ദേഹത്തിൻ്റെ ആ കർമ്മം സഹിക്കാതെ അതിലിരട്ടി അങ്ങോട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ട് അസ്ത്രങ്ങളാൽ അദ്ദേഹത്തെ വ്രണിതനാക്കി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സർപ്പങ്ങൾ പാദസ്പർശത്തെ എന്ന പോലെ ധ്രുവൻ്റെ ആ പരാക്രമത്തെ കണ്ടിട്ട് മത്സരത്തോടുകൂടിയ അവരും പകരം ചെയ്യുവാൻ ഇച്ഛയോടുകൂടെ അവർ അനേകം ശരങ്ങളെ കൊണ്ട് ആ ധ്രുവനെ നേരിട്ടു. ശരങ്ങൾ ധ്രുവനിൽ പ്രയോഗിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തേബി യക്ഷാഹ അപ്പോൾ ആ യക്ഷന്മാർ ദ്വിഗുണബാണേർ ധ്രുവം അതിലിരട്ടിയായിരിക്കുന്ന ബാണങ്ങളെ കൊണ്ട്, എന്നുവെച്ചാൽ മൂന്ന് ബാണങ്ങളെ കൊണ്ടാണ് ധ്രുവൻ അവരെ എഴുതുന്നുണ്ടെങ്കിൽ 6 ബാണങ്ങളെ കൊണ്ട് ദ്വിഗുണബാണേർ ധ്രുവം 6 ബാണങ്ങളെ കൊണ്ട് ആ ധ്രുവനെ വിവിധുഹു ധ്രുവൻ്റെ നേരെ അമ്പ് പ്രയോഗിച്ചു എന്നർത്ഥം. 6 ബാണങ്ങൾ ധ്രുവൻ്റെ നേരെ ഓരോരുത്തരും പ്രയോഗിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ തേബി യക്ഷാഹ അപ്പോൾ ആ യക്ഷന്മാർ ദ്വിഗുണബാണൈർ ധ്രുവം വിവിധുഹു എന്നാണ് അന്വയം. തേബി യക്ഷാഹ ദ്വിഗുണബാണൈർ ധ്രുവം വിവിധുഹു അതാണ് ആ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം അവിടെ വരുന്നത്. അപ്പോൾ 11ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. തതഃ പരിഘ നിസ്ത്രിംശൈഃ പ്രാസശൂലപരശ്വതൈഃ ശക്ത്യഷ്ടിഭിർഭുഷുണ്ടീഭിശ്ചിത്രവാദൈഃ ശരൈരപി. 11ഉം 12ഉം ശ്ലോകങ്ങൾ ഒന്നിച്ച് ചേർത്തിട്ട് അഭ്യവർഷൻ പ്രകുപിതാ സരഥം സഹസാരഥിം ഇച്ഛന്തസ്തൽ പ്രതീകർത്തും അയുതാനി ത്രയോദശ. അപ്പോൾ ഒന്നുകൂടി വായിക്കാം 11ഉം 12ഉം ശ്ലോകങ്ങൾ. തതഃ പരിഘ നിസ്ത്രിംശൈഃ പ്രാസശൂലപരശ്വതൈഃ ശക്ത്യഷ്ടിഭിർഭുഷുണ്ടീഭിശ്ചിത്രവാദൈഃ ശരൈരപി അഭ്യവർഷൻ പ്രകുപിതാ സരഥം
സഹസാരഥിം ഇച്ഛന്തസ്തത് പ്രതീകർത്തും അയുതാനി ത്രയോദശ. അപ്പോൾ പിന്നെ അതിങ്ങനെ അയച്ചപ്പോൾ ഇരട്ടി ബാണം ധ്രുവൻ്റെ നേർക്ക് അയച്ചപ്പോൾ പിന്നെ അതിന് പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇച്ഛിച്ചിട്ട് ആ ധ്രുവൻ പ്രകോപിക്കപ്പെട്ടവരായിരിക്കണ ആ 13 മടങ്ങ് 10,000 ആ യക്ഷസൈന്യം, ആ യക്ഷസൈന്യങ്ങളെ ഇരുമ്പുഗത, വാള്, കയറ്, ശൂലം, മഴു, വേൽ, കുന്തം, ഭുഷുണ്ടി എന്ന ആയുധം, ചിത്രത്തുവലുകളോടുകൂടിയിരിക്കുന്ന ആ അസ്ത്രങ്ങൾ എന്നിവ കൊണ്ടെല്ലാം അവർ ഇങ്ങോട്ടും രണ്ടുപേരും പരസ്പരം അഭിവർഷിച്ചു എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. പിന്നെ അതിന് പ്രതികാരം ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട് പ്രകോപിക്കപ്പെട്ടവരായിരിക്കുന്ന ആ 13 മടങ്ങ് ആ യക്ഷസൈന്യം തതഹ, അതാണ് അതിന് ശേഷം എന്നർത്ഥം. പിന്നെ പരിഘ നിസ്ത്രിംശയി, ഈ ആയുധങ്ങളെ കൊണ്ടെല്ലാം എന്നുള്ളതാണ് പരിഘം തുടങ്ങിയിട്ടുള്ള, അതായത് ഇരുമ്പുഗത, വാള്, പിന്നെ കയറ്, ശൂലം, മഴു, വേല്, കുന്തം, ഭുഷുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ആയുധങ്ങളോട് കൂടിയ ആ ശരങ്ങൾ എന്നിവ കൊണ്ടെല്ലാം സരഥം ആ ധ്രുവനെ തേരോടും സാരഥിയോടും കൂടിയിട്ട് അഭിവർഷിച്ചു. ആ ബാണങ്ങൾക്ക് പുറമേ ഇവരിതെല്ലാം ആ ധ്രുവൻ്റെ നേരെ വർഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നുകൂടി. തതഹ അതിലത്തെ പദങ്ങൾ. പിന്നെ തത് അതിന് പ്രതീകർത്തും പ്രതികാരം ചെയ്യുവാൻ ഇച്ഛന്തഃ ഇച്ഛിച്ച് പ്രകുപിതാഹ പ്രകോപിക്കപ്പെട്ടവരായിരിക്കുന്ന 13 മടങ്ങ് അയുതാനി 10,000 യക്ഷസൈന്യം, അതായത് 1,30,000 ആണ് അവിടെ വരുന്ന യക്ഷസൈന്യം. പരിഘ നിസ്ത്രിംശൈ ഇരുമ്പുഗദാ വാള്, പ്രാസശൂലപരശ്വതൈ കയറ്, ശൂലം, മഴു, പിന്നെ ശക്ത്യഷ്ടിഭി വേല്, കുന്തം, ഭുഷുണ്ടി എന്ന ആയുധം, ചിത്രവാജൈഹി ചിത്രത്തൂവലുകളോടുകൂടിയ ശരം, ശരൈഹി അപി ചിത്രവാജൈഹി എന്ന ചിത്രത്തൂവലോട് കൂടിയ ശരൈഹി അപി ആ അസ്ത്രങ്ങൾ എന്നിവ കൊണ്ട് എല്ലാം സരഥം ആ ധ്രുവനെ തേരോടും സാരഥിയോടും കൂടിയിട്ട് അഭിവർഷിച്ചു എന്നാ പറയണം. അപ്പോൾ ഒന്നുകൂടി എല്ലാ പദങ്ങൾ നോക്കാം. തതഹ പിന്നെ തൽ അതിന് പ്രതികാരം ചെയ്യുവാൻ ഇച്ഛിച്ച് പ്രകുപിതാഹ പ്രകോപിക്കപ്പെട്ടവരായിരിക്കുന്ന 13 മടങ്ങ് അയുധാനി 10,000 യക്ഷസൈന്യം. പരിഘ നിസ്ത്രിംശൈ ഇരുമ്പുഗദാ വാള്, പ്രാസശൂലപരശ്വതൈ കയറ്, ശൂലം, മഴു, ശക്ത്യഷ്ടിഭി വേൽ, കുന്തം, ഭുഷുണ്ടി എന്ന ആയുധം, ചിത്രവാജൈഹി ചിത്രത്തൂവലുകളോടുകൂടിയ ശരൈഹി അപി അസ്ത്രങ്ങൾ എന്നിവ കൊണ്ടെല്ലാം സരഥം ആ ധ്രുവനെ തേരോടും സാരഥിയോടും കൂടി അഭിവർഷിച്ചു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് തതഹ തൽ പ്രതീകർത്തും ഇച്ഛന്തഃ പ്രകുപിതാ 13 അയുതാനി പരിഘ നിസ്ത്രിംശൈ പ്രാസശൂലപരശ്വതൈ ശക്ത്യഷ്ടിഭി ഭുഷുണ്ടീഭി ചിത്രവാജൈ ശരൈ അപി സരഥം സഹസാരഥിം അഭ്യവർഷൻ. ഒന്നും കൂടി പറയാം. തതഃ തത് പ്രതീകർത്തും ഇച്ഛന്തഃ പ്രകുപിതാ 13 അയുതാനി പരിഘ നിസ്ത്രിംശൈ പ്രാസശൂലപരശ്വതൈ ശക്ത്യഷ്ടിഭി ഭുഷുണ്ടീഭി ചിത്രവാജൈ ശരൈ അപി സരഥം സഹസാരഥിം അഭ്യവർഷൻ. പിന്നെ അതിന് പ്രതികാരം
ചെയ്യുവാൻ ഇച്ഛിച്ചിട്ട് പ്രകോപിതരായപ്പെട്ടവരായിരിക്കുന്ന 1,30,000 ആ യക്ഷസൈന്യം ഇരുമ്പുഗദ, വാള്, കയറ്, ശൂലം, മഴു, വേല്, കുന്തം, ഭുഷുണ്ടി, ചിത്രത്തൂവലോടുകൂടിയ ശരം ഇവയോടൊക്കെ കൂടിയിട്ട് എന്നിവയെല്ലാം കൊണ്ടെല്ലാം തേരോടും ധ്രുവനെ ആ തേരോട് കൂടിയിട്ട് സാരഥിയോടും കൂടിയിട്ട് അഭിവർഷിച്ചു. അവർ ഒരേ സമയത്ത് ധ്രുവൻ്റേതിനേക്കാൾ അധികം ശക്തിയുള്ള അസ്ത്രങ്ങൾ ധ്രുവൻ്റെ നേർക്ക് പ്രയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അവർ 1,30,000 ആ യക്ഷന്മാർ ഒരുമിച്ച് ഇരുമ്പുഗദ, വാള്, കയറ്, ശൂലം, കോടാലി, വേൽ, കുന്തം, ഭുഷുണ്ടി എന്ന ആയുധം എറിയുന്ന ഒരു ആയുധമാണ്. വേറെ കിട്ടുവാൻ വേഗത കിട്ടാൻ വേണ്ടിയിട്ട് ആണ് എറിയണത് ആയുധം. അതുകൊണ്ടാണ് ഭുഷുണ്ടി എന്ന്. തൂവലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ബാണങ്ങൾ എന്നിത്യാദി ആയുധങ്ങളെ കൊണ്ട് ധ്രുവനോട് പ്രതികാരം ചെയ്യുവാനായിട്ട് ധ്രുവൻ്റെയും സാരഥിയുടെയും രഥത്തിൻ്റെയും നേർക്ക് ഈ ആയുധങ്ങളെല്ലാം അവർ പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതോടെ ആ 1,30,000 ഗുഹ്യകന്മാർ പകരം വീട്ടുവാൻ ആഗ്രഹിച്ച് കോപത്തോടെ പരിഘം, നിസ്ത്രിംശം, പ്രാസം, ശൂലം, പരശ്വതം, ശക്തി, ഋഷ്ടി, ഭുഷുണ്ടി, ചിറകുവെച്ച അസ്ത്രങ്ങൾ എന്നിവ കൊണ്ട് ആ തേരിന് നേർക്കും സാരഥിയുടെ നേർക്കും പ്രഹരം തുടങ്ങി. ഇപ്പോൾ 13 ആയുധം ഭടന്മാർ ഒരുമിച്ച് അപരിഹം, വാൾ, പാശം, ശൂലം, കോടാലി, ശക്തി, ഋഷ്ടി, ഭുഷുണ്ടി എന്നീ ആയുധങ്ങളെയും ദീർഘസഞ്ചാരത്തെ സഹായിപ്പാനായി തൂവലുകളെ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ആ ബാണങ്ങളെയും ധ്രുവൻ്റെയും സാരഥിയുടെയും ആ രഥത്തിൻ്റെയും നേർക്ക് അതിനെ പ്രയോഗിച്ചു. പ്രകോപത്തോടു കൂടിയിരിക്കുന്ന പ്രതികാരേച്ഛയാൽ 4 ഭാഗത്തു നിന്നും ശരവർഷം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറയണമെന്ന് നോക്കാം നമ്മൾക്ക്. തതഃ പരിഘ, നിസ്ത്രിംശ, പ്രാസശൂല, പരശ്വധാദി ഹിസ്തേ. ഈ വക ആയുധങ്ങളെ കൊണ്ടെല്ലാം തന്നെ 13 ആയുധ സംഖ്യകാഹ 1,30,000 വരുന്ന ആ ഗുഹ്യകന്മാർ സരഥം രഥത്തോടുകൂടി ധ്രുവം പ്രതി വവൃഷു ധ്രുവൻ്റെ നേരെ വർഷിച്ചു എന്നർത്ഥം. തതഃ അപ്പോൾ പരിഘ, നിസ്ത്രിംശ, പ്രാസ, ശൂല, പരശ്വത ആധിഭിസ്തേ ഈ ആയുധങ്ങളോട് കൂടിയിട്ടെല്ലാം 13 ആയുധ സംഖ്യകാഹ 1,30,000 വരുന്ന സംഖ്യയിൽ വരുന്ന ആ ഗുഹ്യകന്മാർ സരഥം രഥത്തോടുകൂടി ധ്രുവനെ പ്രതി വവൃഷു. അപ്പോൾ ഒന്നുകൂടി പറയാം. തതഃ പരിഘ, നിസ്ത്രിംശ, പ്രാസശൂല, പരശ്വധാദിഭിസ്തേ 13 ആയുധസംഖ്യകാ സരഥം ധ്രുവം പ്രതി വവൃഷു. അപ്പോൾ 13ാമത്തെ ശ്ലോകം നോക്കാം. അപ്പോൾ ഇവിടെ ശക്തി, ഋഷ്ടിഭി എന്നീ ശബ്ദങ്ങൾ സന്ധിക്കുമ്പോൾ ശക്തിഷ്ട്രിഭി എന്നാണ് വരിക. ധനുർവേദപ്രകാരം ആയുധങ്ങൾ 5 പ്രകാരത്തിലാണ്. യന്ത്രമുക്തം, പാണിമുക്തം, മുക്തസന്ധാരിതം, അമുക്തം, നിയുദ്ധം അഥവാ ബാഹുയുദ്ധം. ഇങ്ങനെ വില്ലിൽ നിന്നും മറ്റും വിക്ഷേപിക്കുന്ന അമ്പ് മുതലായവയാണ്. വില്ലിൽ നിന്നും മറ്റും നിക്ഷേപിക്കുന്ന അമ്പ് മുതലായവയാണ് യന്ത്രമുക്തം എന്ന് പറയുന്നത്. കൈകൊണ്ട് എറിയണ തോമരം മുതലായിട്ടുള്ള ആയുധങ്ങളാണ് പാണിമുക്തം എന്ന് പറയുന്നത്. കുന്തം മുതലായവയാണ് മുക്തസന്ധാരിതം എന്ന് പറയുന്നത്. വാൾ അമുക്തമാണ്. ദ്വന്ദ്വയുദ്ധവും മറ്റും 5ാമത്തെ ഇനത്തിൽപ്പെടുന്നു. അങ്ങനെ ധനുർവേദം ഒരു രഹസ്യശാസ്ത്രമാകിയാൽ അതിനെ സംബന്ധിച്ച് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. ഇതിഹാസ പുരാണാദികളിൽ നിന്നും ആ ധനുർവേദത്തെപ്പറ്റി ലഭ്യമാകുന്ന പരിമിതമായിരിക്കുന്ന അറിവുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. അഗ്നിപുരാണവും വിഷ്ണുധർമ്മോത്തര പുരാണവും ഏതാനും അധ്യായങ്ങളിൽ ആ ധനുർവേദം സാമാന്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. രണ്ടും സമാന്തരങ്ങളാണ്.
മുൻപറഞ്ഞ 5 പ്രകാരത്തിലുള്ള ആയുധങ്ങളെപ്പറ്റി അഗ്നിപുരാണത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. യന്ത്രമുക്തം പാണിമുക്തം മുക്തസന്ധാരിതം തഥാ അമുക്തം ബാഹുയുദ്ധം ച പഞ്ചധാ തൽപ്രകീർത്തിതം എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 13-ാമത്തെ. ഔത്താനപാദിഹി സതദാ ശസ്ത്രവർഷേണ ഭൂരിണ ന ഉപാദൃശ്യത ഛന്ന ആസാരേണ യഥാഗിരിഹി. ഔത്താനപാദിഹി സതദാ ശസ്ത്രവർഷേണ ഭൂരിണ ന ഉപാദൃശ്യത ഛന്ന ആസാരേണ യഥാഗിരിഹി. അപ്പോൾ വമ്പിച്ച ആ ആയുധവർഷം കൊണ്ട് മൂടപ്പെട്ടവനായി, ഛന്നഹ മൂടപ്പെട്ടവനായിട്ട്, ആ പേമാരിയാൽ മൂടിയ ആ പർവ്വതം എന്നുള്ള പോലെ, പർവ്വതം എന്ന പോലെ അപ്പോൾ ആ ഉത്താനപാദപുത്രനായിരിക്കുന്ന ധ്രുവൻ പുറമേക്ക് കാണപ്പെട്ടില്ല. അത്രയ്ക്ക് ആ ആയുധങ്ങളെല്ലാം കൊണ്ട് ആ ധ്രുവനെ മൂടി നിർത്തും. അപ്പോൾ വമ്പിച്ച ആ ആയുധവർഷത്താൽ ആ മൂടപ്പെട്ടവനായി ആ ധ്രുവൻ. എന്നിട്ട് ആയുധങ്ങളുടെ പേമാരിയാൽ മൂടിയ പർവ്വതത്തെപ്പോലെ അപ്പോൾ ആ ധ്രുവനെ പുറമേക്ക് പെട്ടെന്ന് കാണാനില്ല, ആയുധങ്ങളെ കൊണ്ട് കാണാനില്ല എന്നർത്ഥം. അതിലത്തെ പദങ്ങൾ നോക്കാം. ഭൂരിണ വമ്പിച്ച, ശസ്ത്രവർഷേണ ആയുധവർഷത്താൽ, ഛന്നഹ മൂടപ്പെട്ടവനായിട്ട്, അസാരേണ പേമാരിയാൽ മൂടിയ, ഗിരിഹി യഥാ പർവ്വതം എന്ന പോലെ, തദ അപ്പോൾ, ഔത്താനപാദിഹി ഔത്താനപാദപുത്രനായിരിക്കുന്ന സഹ അദ്ദേഹം അധ്രുവൻ, ന ഉപാദൃശ്യത പുറമേക്ക് കാണപ്പെട്ടില്ല. ഇവിടെ പറയാം. ഭൂരിണ വമ്പിച്ച, ശസ്ത്രവർഷേണ ആയുധവർഷത്താൽ, ഛന്നഹ മൂടപ്പെട്ടവനായിട്ട്, അസാരേണ പേമാരിയാൽ മൂടിയ, ഗിരിഹി യഥാ പർവ്വതം എന്ന പോലെ, തദ അപ്പോൾ, ഔത്താനപാദിഹി ഉത്താനപാദപുത്രനായിരിക്കുന്ന സഹ അദ്ദേഹം അധ്രുവൻ, ന ഉപാദൃശ്യത പുറമേ കാണപ്പെട്ടില്ല. വമ്പിച്ച ആ ആയുധവർഷത്താൽ ആ മൂടപ്പെട്ടവനായിട്ട് പേമാരിയാൽ മൂടിയ പർവ്വതത്തെ എന്ന പോലെ ആ ഉത്താനപാദപുത്രനായിരിക്കുന്ന ആ ധ്രുവൻ പുറമേക്ക് കാണപ്പെട്ടില്ല എന്നർത്ഥം. ധാരമുറിയാതെയുള്ള പേമാരിയാൽ മൂടപ്പെട്ട ഒരു പർവ്വതം എന്ന പോലെ ശത്രുക്കളുടെ വലുതായിരിക്കുന്ന ആ ശസ്ത്രവൃഷ്ടിയാൽ ധ്രുവൻ അദൃശ്യനായിട്ട് കാണപ്പെട്ടു. അതോടെ ആ പാദപുത്രനായിരിക്കുന്ന ധ്രുവൻ അസ്ത്രവർഷത്താൽ മറയ്ക്കപ്പെട്ടു. ഘോരമായ മഴയാൽ മറയ്ക്കപ്പെട്ട പർവ്വതം എന്ന പോലെ തീരെ കാണപ്പെട്ടില്ല. അധികരിച്ചുണ്ടായിരിക്കുന്ന ആ ശസ്ത്രവർഷത്താൽ ഉത്താനപാദപുത്രൻ ധാരമുറിയാതെയുള്ള ജലവർഷത്താൽ പർവ്വതം എന്ന പോലെ മൂടപ്പെട്ടതുകൊണ്ട് അരികത്തുള്ളവർക്ക് കൂടെ കാണാൻ കഴിയാത്തവനായിട്ട് തീർന്നു. അങ്ങനെ മേഘവർഷത്താൽ പർവ്വതം കാണപ്പെടാതിരുന്നാലും പർവ്വതത്തിന് ഹാനി തട്ടാത്തതുപോലെ ധ്രുവന് ഈ ശരവർഷം കൊണ്ട് യാതൊരു പീഡയും ബാധിച്ചില്ലെന്ന് ധരിപ്പിക്കുവാനാണ് ഈ പർവ്വത ദൃഷ്ടാന്തം ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കതിലത്തെ വ്യാഖ്യാനം നോക്കാം. തതോ ധ്രുവസ്തേഷാം അപ്പോൾ ആ ധ്രുവൻ അവിടെ ശസ്ത്രവർഷം കൊണ്ട് നാദൃശ്യത മൂടപ്പെട്ട് കാണാതായി. വർഷധാരാഭി പർവ്വത ഇവ വർഷധാര കൊണ്ട് പർവ്വതത്തെ കാണാത്ത പോലെ ഈ ശസ്ത്രവർഷം കൊണ്ട് ധ്രുവനെയും കാണാതായി എന്നർത്ഥം. തതോ ധ്രുവസ്തേഷാം അപ്പോൾ ആ ധ്രുവനെ ഇപ്രകാരം ശസ്ത്രവർഷം കൊണ്ട് നാദൃശ്യത കാണപ്പെട്ടില്ല. എങ്ങനെ? വർഷധാരാഭി വർഷധാര കൊണ്ട് പർവ്വത ഇവ പർവ്വതത്തെ പോലെ ഇവിടെ ധ്രുവനെയും കാണപ്പെട്ടില്ല എന്നർത്ഥം. അപ്പോൾ തതോ ധ്രുവസ്തേഷാം ശസ്ത്രവർഷേണ നാദൃശ്യത വർഷധാരാഭി പർവ്വത ഇവ ഉള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ പദങ്ങളൊക്കെ പറഞ്ഞു. ഇതിലത്തെ അന്വയം വന്നിട്ട് ഭൂരിണ ശസ്ത്രവർഷേണ ഛന്നഃ അസാരേണ ഗിരിഹി യഥാ തദാ ഔത്താനപതി സഹ ന ഉപാദൃശ്യത എന്നുള്ളതാണ് വരുന്നത്. വാക്കുകളുടെ അർത്ഥം ഭൂരിണ വമ്പിച്ച ശസ്ത്രവർഷേണ ആയുധവർഷത്താൽ ഛന്ന മൂടപ്പെട്ടവനായിട്ട് ഒക്കെ പറഞ്ഞു. അസാരേണ പേമാരിയാൽ മൂടിയ ഗിരിഹി യഥാ പർവ്വതം എന്ന പോലെ തദാ അപ്പോൾ
ഔത്താനപാതിയെ ഉത്താനപാദപുത്രനായിരിക്കുന്ന സഹ ആ ധ്രുവൻ ന ഉപാദൃശ്യത. അപ്പോഴത്തെ അന്വയം വന്നിട്ട് ഭൂരിണ ശസ്ത്രവർഷേണ ഛന്നഃ അസാരേണ ഗിരിഹി യഥാ തദാ ഔത്താനപാതിഹി സഹ ന ഉപാദൃശ്യത. വമ്പിച്ച ആ ആയുധവർഷത്താൽ മൂടപ്പെട്ടവനായിട്ട് ആ പേമാരിയാൽ മൂടിയ പർവ്വത എന്ന പോലെ അപ്പോൾ ഔത്താനപാദപുത്രനായിരിക്കുന്ന ധ്രുവനെ പുറമേ കാണപ്പെട്ടില്ല. ഇപ്പം അടുത്ത ശ്ലോകം നോക്കാം, 14ാമത്തെ ശ്ലോകം. ഈ അസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘോരവർഷം എന്നർത്ഥം. അസാരം എന്ന് പറഞ്ഞാൽ അസാരഹ സ്യാത് പ്രസരണേ വേഗവൃഷ്ടൗ സുഹൃദ്ബലേ. കഠിനവർഷം പർവ്വതത്തെ താൽക്കാലികമായിട്ട് അദൃശ്യം ആക്കി എന്നല്ലാതെ ക്ഷതമേൽപ്പിക്കാൻ പര്യാപ്തമൊന്നുമല്ല എന്നർത്ഥം. അപ്രകാരം ധ്രുവനും ശത്രുക്കളുടെ അസ്ത്രവർഷം യാതൊരു പീഡയും വരുത്തിയില്ലെന്ന് സാരം. അപ്പോൾ അടുത്ത 14ാമത്തെ ശ്ലോകം നോക്കാം. ഹാഹാകാരസ്തദൈവാസീദ് സിദ്ധാനാം ദിവി പശ്യതാം ഹതോയം മാനവ സൂര്യോ മഗ്ന പുണ്യജനാർണവേ. ഹാഹാകാരസ്തദൈവാസീത് സിദ്ധാനാം ദിവി പശ്യതാം ഹതോയം മാനവ സൂര്യോ മഗ്ന പുണ്യജനാർണവേ. അപ്പോൾ ഈ മാനവ സൂര്യൻ മനുഷ്യവംശജനായിരിക്കുന്ന ആദിത്യൻ എന്നർത്ഥം. അതായത് ധ്രുവനെയാണ് പറയുന്നത്. ആ പുണ്യജനാർണവേ അക്ഷസമൂഹമാകുന്ന സമുദ്രത്തിൽ മുങ്ങിയിട്ട് ഹതനായി ആകാശത്തിൽ നോക്കി നിൽക്കുന്ന സിദ്ധന്മാരുടെ ആ മുറവിളി. അപ്പോൾ ഇത് കണ്ടിട്ട് ആ ധ്രുവൻ മരിച്ചു എന്നുള്ളത് വിചാരിച്ചിട്ട് എല്ലാവരും ആ സിദ്ധന്മാരൊക്കെ മുറവിളി കൂട്ടാൻ തുടങ്ങി. അപ്പോൾ അവിടെ വലിയ ഹാഹാകാരം ശബ്ദം ഉണ്ടായി എന്നർത്ഥം. ഹാഹാകാരസ്തദൈവാസീൽ അവിടെ ഭയങ്കര ശബ്ദം ഉണ്ടായി. സിദ്ധാനാം ദിവി പശ്യതാം ആ ആകാശത്തേക്ക് നോക്കിയിട്ട് ആ സിദ്ധന്മാരൊക്കെ അയ്യോ ആ മാനവസൂര്യൻ ധ്രുവൻ മരിച്ചുവല്ലോ എന്നുള്ള നിലയ്ക്ക് മഗ്നഃ പൂർണ്ണജനാർണവേ ആ യക്ഷസമൂഹമാകുന്ന സമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കണമല്ലോ എന്നുള്ള നിലയ്ക്ക് അവർ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ അയം ഈ മാനവ മനുവംശജനായിരിക്കുന്ന സൂര്യ ആദിത്യൻ പുണ്യജനാർണവേ ആ യക്ഷസമൂഹമാകുന്ന സമുദ്രത്തിൽ മഗ്നഃ മുങ്ങിയിട്ട് ഹതഃ ഹതനായി എന്ന് ആകാശത്തിൽ പശ്യതാം ദിവി ആകാശത്തിൽ പശ്യതാം നോക്കി നിൽക്കുന്ന സിദ്ധാനാം ആ സിദ്ധരുടെ ഹാഹാകാരഃ മുറവിളി തദാ ഏവ അപ്പോൾ തന്നെ ആസീത് ഉണ്ടായി. എന്നുകൂടി പറയാം. അയം ഈ മാനവ മനുഷ്യവംശജനായ സൂര്യ ആദിത്യൻ പുണ്യജനാർണവേ യക്ഷസമൂഹമാകുന്ന സമുദ്രത്തിൽ മഗ്നഃ മുങ്ങിയിട്ട് ഹതഃ ഹതനായി എന്ന് ദിവിഹി ആകാശത്തിൽ പശ്യതാം നോക്കി നിൽക്കുന്ന സിദ്ധാനാം സിദ്ധരുടെ ഹാഹാകാരഃ മുറവിളി തദാ ഏവ അപ്പോൾ തന്നെ ആസീത് ഉണ്ടായി. അപ്പോൾ അയം മാനവഃ സൂര്യഃ പുണ്യജനാർണവേ മഗ്നഃ ഹതഃ ദിവി പശ്യതാം സിദ്ധാനാം ഹാഹാകാരഃ തദാ ഏവ ആസീത്. ഇതാണ് അതിലത്തെ അന്വയം. അയം മാനവഃ സൂര്യഃ പുണ്യജനാർണവേ മഗ്നഃ ഹതഃ ദിവി പശ്യതാം സിദ്ധാനാം ഹാഹാകാരഃ തദാ ഏവ ആസീത്. അതായത് മനുഷ്യവംശജനായിരിക്കുന്ന ഈ ആദിത്യൻ ആ യക്ഷസമൂഹമാകുന്ന സമുദ്രത്തിൽ മുങ്ങിയിട്ട് ഹതനായി എന്ന് ആ ആകാശത്തിൽ നോക്കി നിൽക്കുന്ന സിദ്ധന്മാരുടെ ആ മുറവിളി അപ്പോൾ അവിടെ ഉണ്ടായി. മനുവംശജനും സൂര്യതുല്യനുമായിരിക്കുന്ന ധ്രുവൻ ആ യക്ഷന്മാരുടെ അസ്ത്രപ്രയോഗമാകുന്ന ആ സമുദ്രത്തിൽ മുങ്ങി നശിച്ചുപോയി എന്നിങ്ങനെ ആകാശത്ത് നിന്ന് നോക്കി നിന്ന ആ സിദ്ധന്മാരും മറ്റും ഉറക്കെ മുറവിളി കൂട്ടി. അനുപുത്രനും സൂര്യതുല്യനും ആയിരിക്കുന്ന ആ ധ്രുവൻ ഗുഹ്യകന്മാരാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താണ് കഷ്ടം എന്നിങ്ങനെ ആകാശത്തിൽ നിന്നുയരുന്ന ആ സിദ്ധന്മാരുടെ ആ കോലാഹലം അവിടെ ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ
ഹാ കഷ്ടം, മനുവിൻ്റെ പൗത്രനായിരിക്കുന്ന ആ സൂര്യൻ യക്ഷന്മാരായിരിക്കുന്ന അവരുടെ സമുദ്രത്തിൽ മുങ്ങി നശിച്ചുവല്ലോ എന്നിങ്ങനെ സ്വർഗത്തിൽ ഈ യുദ്ധം നോക്കി നിന്നിരുന്ന ആ സിദ്ധന്മാർ നിലവിളിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ തഥാ സിദ്ധാനാം, അപ്പോൾ ആ സിദ്ധന്മാരായിരിക്കുന്ന പശ്യതാം, അവർ കണ്ടിട്ട്, സിദ്ധന്മാർ കണ്ടിട്ട് ഹാഹാകാരോ ബഭൂവ, അവർ ഹാഹാകാരം മുഴക്കി. ഈ ശസ്ത്രവർഷം ധ്രുവനെ അങ്ങനെ മറച്ചപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള ആ ആകാംക്ഷയിൽ തഥാ സിദ്ധാനാം, ആ സിദ്ധന്മാരൊക്കെ അത് കണ്ടിട്ട് പശ്യതാം ഹാഹാകാരോ ബഭൂവ, ഹാഹാകാരം കോലാഹലം മുഴക്കി എന്നർത്ഥം. തഥാ സിദ്ധാനാം പശ്യതാം ഹാഹാകാരോ ബഭൂവ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം വന്നിട്ട് 15ാമത്തെ ശ്ലോകം. നദൽസു യാതുധാനേഷു ജയാ നദത്സുധാ യാതുധാനേഷു ജയകാശിഷ്വഥോ മൃധേ ഉദതിഷ്ഠദ്രഥസ്തസ്യ നീഹാരാദിവ ഭാസ്കരഃ. നദത്സു യാതുധാനേഷു ജയകാശിഷ്വഥോ മൃധേ ഉദതിഷ്ഠദ്രഥസ്തസ്യ നീഹാരാദിവ ഭാസ്കരഃ. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യതുല്യൻ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഈ മുമ്പത്തെ ശ്ലോകത്തിൽ പടിഞ്ഞാറ് കടലിൽ മുങ്ങി അസ്തമിക്കുന്ന സൂര്യന് കിഴക്ക് ഭാഗത്ത് ഉദിക്കും. അതുപോലെ ശരവർഷത്താൽ അദൃശ്യനായിരിക്കുന്ന ധ്രുവൻ ശത്രുക്കൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന ഒരു ധ്വനി ആ ശ്ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ സൂര്യതുല്യനായിരിക്കുന്ന ധ്രുവൻ എന്ന് പറഞ്ഞത്. അതിനായോ എന്നുള്ള നിലയ്ക്ക് അവർ ഹാഹാകാരം മുഴക്കി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ നദത്സു യാതുധാനേഷു, ആ യുദ്ധത്തിൽ ജയകാശിഷ്വഥോ മൃതേ, ജയിച്ചെന്ന് ആ യക്ഷന്മാർ വിചാരിച്ചിട്ട് ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കെ, അവരിങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കെ അപ്പോൾ തന്നെ മൂടൽ മഞ്ഞിനിടയിൽ നിന്ന് ആദിത്യൻ എന്ന പോലെ, ഭാസ്കരഃ ഇവ എന്ന പോലെ തസ്യ രഥം, അദ്ദേഹത്തിൻ്റെ രഥം അവിടെ പൊന്തി വന്നു എന്നാണ് പറഞ്ഞത്. നദത്സു യാതുധാനേഷു ജയകാശിഷ്വഥോ മൃധേ ഉദതിഷ്ഠത്, പൊന്തി വന്നു. രഥസ്തസ്യ, ആ രഥം, നീഹാരാദിവ, ആ മൂടൽ മഞ്ഞിൽ നിന്നും എപ്രകാരമാണോ ഭാസ്കരൻ അവിടെ, സൂര്യൻ അവിടെ തെളിഞ്ഞു കാണുന്നത്, അതുപോലെ അതിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നർത്ഥ രഥം. അതിലത്തെ പദങ്ങൾ നോക്കാം. മൃധേ, യുദ്ധത്തിൽ തങ്ങൾ, ജയകാശിഷു, ജയിച്ചെന്ന്, യാതുധാനേഷു, ആ യക്ഷന്മാർ, നദത്സു, ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കെ, അഥോ, അപ്പോൾ തന്നെ, നീഹാരാത്, മൂടൽ മഞ്ഞിനിടയിൽ നിന്ന്, ഭാസ്കരഃ ഇവ, ആദിത്യൻ എന്ന പോലെ, തസ്യ രഥം, അദ്ദേഹത്തിൻ്റെ രഥം, ഉദതിഷ്ഠത്, അവിടെ പൊന്തി വന്നു എന്നർത്ഥം. മൃധേ, യുദ്ധത്തിൽ തങ്ങൾ, ജയകാശിഷു, ജയിച്ചെന്ന്, യാതുധാനേഷു, യക്ഷന്മാർ, നദത്സു, ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കെ, അഥോ, അപ്പോൾ തന്നെ, നീഹാരാത്, മൂടൽ മഞ്ഞിൽ ഇടയിൽ നിന്ന്, ഭാസ്കരഃ ഇവ, ആദിത്യൻ എന്ന പോലെ, തസ്യ രഥം, അദ്ദേഹത്തിൻ്റെ രഥം, ഉദതിഷ്ഠത്, പൊന്തി വന്നു. ഇപ്പോൾ ഇവിടെ അതിൻ്റെ അന്വയം വന്നിട്ട് മൃധേ ജയകാശിഷു യാതുധാനേഷു നദത്സു അഥോ നീഹാരാത് ഭാസ്കരഃ ഇവ തസ്യ രഥം ഉദതിഷ്ഠത്. എന്നുകൂടി പറയാം. മൃധേ ജയകാശിഷു യാതുധാനേഷു നദത്സു അഥോ നീഹാരാത് ഭാസ്കരഃ ഇവ തസ്യ രഥം ഉദതിഷ്ഠത്. യുദ്ധത്തിൽ തങ്ങൾ ജയിച്ചെന്ന് ആ യക്ഷന്മാർ ആർത്ത് വിളിച്ചു കൊണ്ടിരിക്കെ, അപ്പോൾ തന്നെ ആ മൂടൽ മഞ്ഞിനിടയിൽ നിന്നും ആദിത്യൻ എന്ന പോലെ ആ രഥം, അദ്ദേഹത്തിൻ്റെ രഥം പുറത്തേക്ക് പൊന്തി വന്നു. തങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു എന്നിങ്ങനെ യക്ഷന്മാർ ആർപ്പ് വിളിച്ചു കൊണ്ടിരിക്കെ, മഞ്ഞുപടലം ഭേദിച്ച് സൂര്യൻ ഉദിക്കുന്നത് പോലെ ധ്രുവൻ്റെ രഥം പുറത്തു വന്നു അർത്ഥം. തൻ്റെ രഥത്തിൽ ധ്രുവൻ പുറത്തു വന്നു എന്ന്
ലക്ഷണാവൃത്തി കൊണ്ട് അർത്ഥം. കാശം എന്നാൽ പ്രകാശം, കാശിൻ ശബ്ദത്തിന് പ്രകാശിക്കുന്നു എന്നർത്ഥം. ജയകാശി എന്നാൽ ജയത്തെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ആ യുദ്ധത്തിൽ വിജയം നേടിയെന്ന് യക്ഷന്മാർ ജയഘോഷം മുഴക്കിക്കൊണ്ടിരിക്കെ, അല്ലെങ്കിൽ രക്ഷസുകൾ ജയഘോഷം മുഴക്കിക്കൊണ്ടിരിക്കെ മഞ്ഞിൽ നിന്നും സൂര്യൻ എന്നോണം അദ്ദേഹത്തിൻ്റെ തേര് ആ ശരവർഷത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇങ്ങനെ ആ യക്ഷന്മാർ യുദ്ധത്തിൽ അവരുടെ ആ ജയത്തെ പ്രകാശിപ്പിക്കുകയും ആർപ്പുവിളികൾ വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മഞ്ഞിൻ്റെ മറവിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് കാണപ്പെടുന്നത് പോലെ അധ്രുവൻ്റെ തേര് അശരവർഷത്തിൽ നിന്നും പുറമേ പ്രകാശിക്കുന്നത് കാണപ്പെട്ടു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് തതോ അപ്പോൾ ധ്രുവസ്തേഷാം ശസ്ത്രവർഷേണ ആദൃശ്യത കഴിഞ്ഞ് പറഞ്ഞു. അഹോ അയം സൂര്യതുല്യോ മാനവോ യക്ഷജനരൂപേ സമുദ്രേ മഗ്നഃ. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ തതോ തഥാ സിദ്ധാനാം, സിദ്ധന്മാർ ആഹാകാരം മുഴക്കി എന്ന് പറഞ്ഞു. എന്താ മുഴക്കിയത്? അഹോ അയം, അയ്യോ ഈ സൂര്യതുല്യനായിരിക്കുന്ന മാനവോ, അഹോ അയം സൂര്യതുല്യോ മാനവോ, ഈ മാനവനായിരിക്കുന്ന ധ്രുവൻ യക്ഷജനരൂപേ സമുദ്രേ, യക്ഷ സൈന്യത്തിൻ്റെ ആ സമുദ്രത്തിലെ മഗ്നഃ മുങ്ങിപ്പോയി. അതാണ് ഇവർ ഹാഹാകാരം മുഴക്കിയത്. അഹോ അയം സൂര്യതുല്യോ മാനവോ യക്ഷജനരൂപേ സമുദ്രേ മഗ്നഃ. എന്നിട്ടോ തഥാ, അപ്പോൾ അവിടെ എന്തുണ്ടായി? യുധി രാക്ഷസേഷു നദത്സു. അപ്പോൾ അവർ ആ ലക്ഷന്മാരെന്ത് നദത്സു, അവർ ജയിച്ചു എന്നുള്ളതൊക്കെ ഉറക്കെ സത്സു നീഹാരാത്, അങ്ങനെ ഉറക്കെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കെ നീഹാരാത്, ആ മൂടൽ മഞ്ഞിൽ നിന്നും സൂര്യ ഇവ ധ്രുവരഥ, സൂര്യനെ പോലെ ആ ധ്രുവൻ്റെ രഥം ഉദതിഷ്ഠത്, പുറത്തേക്ക് വന്നു എന്നർത്ഥം. തഥായുധി, ആ യുദ്ധത്തിൽ രാക്ഷസന്മാർ നദസ്സു ജയിച്ചു എന്നുള്ള സത്സു ആ ആർപ്പുവിളികൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കെ, ജയാകാരം മുഴക്കിക്കൊണ്ടിരിക്കെ നീഹാരാത്, ആ മൂടൽ മഞ്ഞിൽ നിന്നും സൂര്യ ഇവ ധ്രുവരഥ, സൂര്യനെ പോലെ ആ ധ്രുവൻ്റെ രഥം ഉദതിഷ്ഠത് എന്ന് പറഞ്ഞു. അപ്പം തഥായുധി രാക്ഷസേഷു നദത്സു സത്സു നീഹാരാത് സൂര്യ ഇവ ധ്രുവരഥ ഉദതിഷ്ഠത് എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആണ് 15ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത ശ്ലോകം ധനുർവിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം വ്യഥമദ്ബാണൈർഘനാനീകമിവാനിലഃ. ധനുർവിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം വ്യഥമദ്ബാണൈർഘനാനീകമിവാനിലഃ. ആ ശത്രുക്കൾക്ക് ദുഃഖത്തെ ഉളവാക്കും ആറ്, ആ ദിവ്യമായിരിക്കുന്ന ആ ധനുസ്സിനെ ചെറുഞാണൊലി ചെയ്തിട്ട് കാറ്റ് മേഘത്തെ എന്ന പോലെ അശ്വശരങ്ങളാൽ ശത്രുക്കളുടെ അസ്ത്രസമൂഹത്തെ ചിന്നിച്ചിതറിച്ചു. ആ ധ്രുവൻ എന്താ ചെയ്തത്? ശത്രുക്കൾക്ക് ആ ദുഃഖത്തെ ഉളവാക്കുമാറ്, അവർക്ക് ശത്രുക്കൾക്ക് ദുഃഖം ഉണ്ടാക്കുമാറ് എന്തുണ്ടായി? ആ ദിവ്യമായിരിക്കുന്ന തൻ്റെ ധനുസ്സിനെ പിടിച്ചിട്ട് ചെറുഞാണൊലിയോടുകൂടി അതിനെ ആ മേഘത്തെ എന്ന പോലെ ആ ചെറുഞാണൊലി കൊണ്ട് ചെയ്തിട്ട് ബാണങ്ങളെ കൊണ്ട് സ്വശരങ്ങളാൽ അസ്ത്രൗഘം, ആ അസ്ത്രസമൂഹത്തെ ശത്രുക്കളുടെ മേൽക്ക് ചിന്നിച്ചിതറിച്ചു. വ്യഥമത്, ചിന്നിച്ചിതറിച്ചു എന്നർത്ഥം. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ദ്വിഷതാം, ശത്രുക്കൾക്ക്, ഖേദം, ദുഃഖത്തെ, ഉദ്വഹൻ, ഉളവാക്കുമാറ്, ദിവ്യം ധനുഹു, ദിവ്യമായിരിക്കുന്ന ധനുസിനെ, വിസ്ഫൂർജൻ,
ചെറുഞാണലി ചെയ്ത് അനിലഹ കാറ്റ് ഘനാനീകം മേഘത്തെ ഇവ എന്ന പോലെ ബാണൈഹി സ്വശരങ്ങളാൽ അസ്ത്രൗഘം ശത്രുക്കളുടെ അസ്ത്രസമൂഹത്തെ വ്യഥാത് ചിന്നിച്ചിതറിച്ചു. കൂടി പറയാം. ദ്വിഷതാം ശത്രുക്കൾക്ക് ഖേദം ദുഃഖത്തെ ഉദ്വഹൻ ഉളവാക്കുമാറ് ദിവ്യം ധനു ദിവ്യമായിരിക്കുന്ന ധനുസിനെ വിസ്ഫൂർജൻ ചെറുഞാണൊലി ചെയ്ത് അനിലഹ കാറ്റ് ഘനാനീകം മേഘത്തെ ഇവ എന്ന പോലെ ബാണൈഹി അശ്വശരങ്ങളാൽ അസ്ത്രൗഘം ശത്രുക്കളുടെ അസ്ത്രസമൂഹത്തെ വ്യഥാത് ചിന്നിച്ചിതറിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ദ്വിഷതാം ഖേദം ഉദ്വഹൻ ദിവ്യം ധനുഹു വിസ്ഫൂർജയൻ അനിലഹ ഘനാനീകം ഇവ ബാണൈഹി ശസ്ത്രൗഘം വ്യഥമത്. എന്നുകൂടി പറയാം. ദ്വിഷതാം ഖേദം ഉദ്വഹൻ ധനുഹു വിസ്ഫൂർജയൻ അനിലഹ ഘനാനീകം ഇവ ബാണൈഹി അസ്ത്രൗഘം വ്യഥമത്. അതായത് ശത്രുക്കൾക്ക് ദുഃഖത്തെ ഉളവാക്കുമാറ് ആ ദിവ്യമായിരിക്കുന്ന ധനുസിനെ ചെറുഞാണൊലി ചെയ്ത് കാറ്റ് മേഘത്തെ എന്ന പോലെ ആ സ്വശരങ്ങളാൽ ആ ശത്രുക്കളുടെ അസ്ത്രസമൂഹത്തെ ചിന്നിച്ചിതറിച്ചു. ശത്രുക്കൾക്ക് ഖേദത്തെ ജനിപ്പിക്കുമാറ് അവരെ നിരാശപ്പെടുത്തുമാറ് ആ ധ്രുവൻ തൻ്റെ ദിവ്യമായിരിക്കുന്ന ധനുസിൽ ചെറുഞാണൊലി ചെയ്തു. അനന്തരം ആ അസ്ത്രങ്ങളെ തുരുതുരെ തൊടുത്തു വിട്ടിട്ട് കാറ്റ് മേഘത്തെ എന്ന പോലെ ആ ശത്രുക്കളുടെ ആ അസ്ത്രപ്രയോഗത്തെ ഛിന്ന ഭിന്നം ആക്കി. അപ്പം അദ്ദേഹം ആ ദിവ്യമായിരിക്കുന്ന ധനുസ് ശബ്ദിപ്പിച്ചുകൊണ്ട് ആ ശത്രുക്കൾക്ക് ഖേദം ഉണ്ടാക്കിക്കൊണ്ടും കാറ്റ് മേഘസമൂഹത്തെ എന്ന പോലെ തൻ്റെ അസ്ത്രസമൂഹങ്ങളാൽ ആ ശത്രുക്കളുടെ അസ്ത്രങ്ങൾ ഛിന്ന ഭിന്നം ആക്കി എന്നർത്ഥം. ഇങ്ങനെ യക്ഷന്മാർ യുദ്ധത്തിൽ അവരുടെ ജയത്തെ പ്രകാശിപ്പിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ആ മഞ്ഞിൻ്റെ മറവിൽ നിന്നും സൂര്യൻ പുറത്തേക്ക് കാണപ്പെടുന്ന പോലെ ധ്രുവൻ്റെ ആ തേർ ശരവർഷത്തിൽ നിന്നും പുറമേ പ്രകാശിക്കുന്നത് കാണപ്പെട്ടു. അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹമുള്ള ആ ധ്രുവൻ്റെ കയ്യിലുള്ള വില്ല് ലോകാതീതമായിരിക്കുന്ന ശക്തിയുള്ളതായിരുന്നു. അതിൻ്റെ ആ ഞാൻ വലിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കുന്നത് തന്നെ ശത്രുക്കൾക്ക് ഖേദജനകം ആയിരുന്നു. അങ്ങനെ ആകാശത്തെ മൂടിയിരിക്കുന്ന ആ മേഘാവലിയെ കാറ്റ് വീശിപ്പറപ്പിക്കുന്നത് പോലെ ആ സ്വബാണങ്ങൾ കൊണ്ട് യക്ഷന്മാർ ഉപയോഗിച്ച ആ ആയുധങ്ങളെയെല്ലാം അദ്ദേഹം അവിടെ നിരാകരിച്ചു. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ വന്നിട്ട് തതോ ധ്രുവോ അപ്പോൾ ആ ധ്രുവൻ ധനുർവിസ്ഫൂർജയൻ ആ വില്ലും അമ്പുമെടുത്തിട്ട് ബാണത്തെ പ്രയോഗിച്ച് അസ്ത്രത്തെ പ്രയോഗിച്ച് തേഷാമസ്ത്രൗഘം ആ ശത്രുക്കളുടെ ആ ശരവർഷത്തെ ബാണൈഹി തൻ്റെ ബാണങ്ങളെ കൊണ്ട് ചൂർണയാമാസ പൊടിയാക്കി എന്നർത്ഥം. തതോ ധ്രുവോ ധനുർവിസ്ഫൂർജയൻ തേഷാം അസ്ത്രൗഘം ബാണൈഹി ചൂർണയാമാസ. തതോ ധ്രുവോ ധനുർവിസ്ഫൂർജയൻ തേഷാമസ്ത്രൗഘം ബാണൈഹി ചൂർണയാമാസ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ 16-ാമത്തെ ശ്ലോകം വരെ നമ്മൾ നോക്കുക. അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസം എടുക്കാം. ഹരേ കൃഷ്ണ.